ഏറ്റവും വലിയ മതസംഘടനയുടെ പണ്ഡിത സഭയുടെ വാതിൽ ഇപ്പോഴും മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് മുൻപിൽ തുറന്നിട്ടില്ലെന്ന വാർത്തയാണ് മലപ്പുറത്ത് നിന്നും പുറത്തു വരുന്നത്. ഇത്തവണ സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചപ്പോഴും ലീഗ് അധ്യക്ഷനെ തടഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, സമസ്ത മുഷാവറയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ലീഗ് അനുകൂല പണ്ഡിതനായി അറിയപ്പെടുന്ന മുസ്തഫൽ ഫൈസിയെ മുഷാവറയിലേക്ക് തിരിച്ചെടുക്കാനും സമസ്ത നേതൃത്വം തയ്യാറായിട്ടില്ല. ഇത് ലീഗ് നേതൃത്വത്തോടുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ കടുത്ത നിലപാടിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തണമെന്ന ലീഗ് അനുകൂലികളുടെ ആവശ്യം തള്ളിയാണ് മുഷാവറ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പുറമെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായ അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പേരും പണ്ഡിത സഭയിലെ ലീഗ് അനുകൂലികൾ ഇത്തവണ മുന്നോട്ട് വെച്ചിരുന്നു. മുസ്ലിം ലീഗ് നേതാവാകാനുള്ള യോഗ്യത പോരാ പണ്ഡിത സഭയിൽ അംഗമാകാൻ എന്നാണ് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് സമസ്തയിലെ ഒരു വിഭാഗം നൽകുന്ന മറുപടി എന്നതും ശ്രദ്ധേയമാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനാകുന്നതിന് മുൻപുള്ള എല്ലാ മുസ്ലിം ലീഗ് അധ്യക്ഷന്മാരും മുഷാവറ അംഗങ്ങളായിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ഇതിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളുമെല്ലാം സംസ്ഥാന നേതൃത്വത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നേതാക്കൾക്ക് നൽകി വന്ന പരിഗണന ഇപ്പോഴത്തെ ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നൽകാൻ സമസ്ത നേതൃത്വം തയ്യാറാകാത്തതാണ് ലീഗ് സമസ്ത ഭിന്നതയുടെ അടിസ്ഥാന കാരണമായി പറയപ്പെടുന്നത്. നിലവിൽ ലീഗ് അനുകൂലികൾ ലീഗ് വിരുദ്ധരെന്നീ രണ്ട് ചേരികൾ തന്നെ സമസ്തയിലുണ്ട്. ഇതിൽ ലീഗ് വിരുദ്ധർ ഇടതുപക്ഷ അനുകൂലികളായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. മുഷാവറയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ലീഗ് അനുകൂല പണ്ഡിതനായ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാത്തതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം തൃപ്തികരമല്ലാത്തത് കൊണ്ടാണെന്ന മറുപടിയാണ് സമസ്ത നേതൃത്വം നൽകുന്നതെങ്കിലും സമസ്തയിലെ ഇടത് അനുകൂലികളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ലീഗ് നേതൃത്വം കരുതുന്നത്. പുതുതായി 6 പേരെയാണ് മുഷാവറയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗഫൂർ അൻവരി, അലവി ഫൈസി കൊളപ്പുറം, ബഷീർ ഫൈസി ചീക്കോന്ന്, ഷഫീഖ് ബാക്കവി കണ്ണൂർ, TK അബൂബക്കർ വെളിമുക്ക്, മാമ്പുഴ സൈദാലി മുസ്ലിയാർ എന്നിവരാണവർ. സമസ്തയിലെ ഇടതുപക്ഷ അനുകൂലികളും ലീഗ് അനുകൂലികളും തമ്മിലുള്ള ഭിന്നത ഏറെ നാളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും അടുത്തിടെയായി പരസ്യ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഇരു വിഭാഗത്തിൽ നിന്നും ഉണ്ടാകാറില്ലായിരുന്നു. എന്നാൽ മുഷാവറ പുനഃസംഘടനയോടെ ഈ സംയമനവും പൊട്ടിത്തെറിയിൽ കലാശിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 2 തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ലീഗ് സംസ്ഥാ ഭിന്നത രൂക്ഷമായാൽ അത് ആത്യന്തികമായി മുസ്ലിം ലീഗിന് തന്നെയാണ് വെല്ലുവിളിയാവുക.